ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ട് നല്ല റീച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്ന ബലേനോ കാര്യങ്ങൾ നമുക്ക് ഡെലിവറി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതേപോലെയുള്ള ഒരുപാട് വണ്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാഹനം ഒരു ബലേനോ തന്നെയാണ്. മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ വരുന്ന 2019 മോഡൽ ഡെൽറ്റ വേരിയന്റ് വരുന്ന വാഹനം. അപ്പോൾ 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണിത്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 6,70,000 രൂപയാണ്. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, തട്ടോ മുട്ടോ അങ്ങനത്തെ ഇൻസിഡൻസ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഡെൽറ്റയാണ് വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രൂവാലി സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനം ആയതുകൊണ്ട് നിങ്ങൾക്ക് വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ 1 ഇയർ അല്ല, 6 മന്ത് ആണ് ഇതിന് വാറണ്ടി വരിക. എഞ്ചിൻ, ഗിയർ ബോക്സ്, ആക്സിൽ, സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ലഭ്യമാവുന്ന വാഹനം. അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത്. അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനം കേട്ടോ. കസ്റ്റമൈസ് ചെയ്തുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈവൻ വാഹനത്തിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള സ്റ്റോറൂം കണ്ടീഷൻ, സ്റ്റോക്ക് കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഈ ഒരു കളേഴ്സിനും നല്ല അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നെക്സ ബ്ലൂ കളർ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബലേനോ ഹാച്ച് ബാക്ക് വാഹനം നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അരീന മോഡലാണ്. 2016 മോഡൽ വാഗ്നർ VXi ചോക്ലേറ്റ് കളർ. അത്യാവശ്യം ഞാൻ നേരത്തെ നെക്സ ബ്ലൂ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റുള്ള ഒരു കളർ തന്നെയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,15,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ വാഹനത്തിനും വാറണ്ടി ലഭ്യമാണ്. 6 മന്ത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കാര്യങ്ങളൊക്കെ വാറണ്ടി ഉള്ള വാഹനമാണിത്. അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. വെയിലടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗ്ലെയർ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇന്റീരിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല കസ്റ്റമൈസ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. വാഹനത്തിന്റെ ഇന്റീരിയർ മാത്രമല്ല എക്സ്റ്റീരിയറും അതുപോലെ തന്നെ വൃത്തിയുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു. പിന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടെ കേട്ടോ. വാഗ്നർ K സീരീസ് ഗ്രേ കളറും പിന്നെ ഈ ചോക്ലേറ്റ് കളറും ആണ് അത്യാവശ്യം നല്ല വണ്ടികൾ. പിന്നെ വൈറ്റ് ഒക്കെ കുറച്ച് പ്രീമിയം കളേഴ്സ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കളർ തന്നെയാണത്. അപ്പോൾ ഈ വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ ഉണ്ട്. ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് വേഗം ഫോൺ എടുത്ത് വിളിച്ചാൽ മതി. മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല 2 സെലേറിയ വണ്ടികളാണ് കേട്ടോ. രണ്ടും മാരുതിയുടെ അരീന കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ്. ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കും ഇത് മാനുവലും ആണ്. നമുക്ക് ഇത് വരുന്നത് 2017 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. VXiയിൽ സിംഗിൾ ഓണർഷിപ്പിൽ 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. നമ്മൾ ചോദിക്കുന്ന വില 385 ആണ്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ, കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈ ആയതുകൊണ്ട് നമുക്ക് പ്രൈസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെ തരാവുന്നു. നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ബാക്കി പ്രൈസിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും 2017 തന്നെയാണ്. VXi മാനുവൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 47,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില 4,40,000 രൂപയാണ്. ഇതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 2 വാഹനങ്ങൾക്ക് നമുക്ക് ഒരുപോലെ 6 മന്ത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കാര്യങ്ങളൊക്കെ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനും കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇന്റീരിയർ മാനുവൽ വണ്ടിൻ്റെയാണ് കേട്ടോ. 2017 VXi മാനുവൽ വൈറ്റ് കളർ സെലേറിയൻ്റെ ഇന്റീരിയറാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പറയത്തക്ക രീതിയിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ സ്ക്രാച്ച് ഡെന്റ് അങ്ങനത്തെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയിൽ കൊണ്ടുവന്നിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ തന്നെ സ്വന്തമാക്കാം. മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, കിടിലൻ വണ്ടിയാണ്. വന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2017 സിൽവർ ഓട്ടോമാറ്റിക് സെലേറിയൻ്റെ ഇന്റീരിയറാണ്. ഈ വാഹനത്തിലും പറയുകയാണെങ്കിലും കിലോമീറ്റേഴ്സ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പോലും വാഹനത്തിന് അങ്ങനെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയറൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ മാനുവൽ വണ്ടിയിൽ നമ്മൾ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തത് കണ്ടു. പക്ഷേ ഈ വാഹനത്തിൻ്റെ അകത്ത് അതൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു ആക്സറീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള 2 വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ വാഹനം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള 2 കോംബോ വണ്ടികളാണ്. കോംബോ എന്ന് ഉദ്ദേശിച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, സെയിം വർഷം, സെയിം കിലോമീറ്റർ, സെയിം ഓണർഷിപ്പിൽ ഒരേ വിലയിൽ വരുന്ന 2 അടിപൊളി ഇയോണുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് 2014 മോഡൽ ഇറാ പ്ലസിലുള്ള സിംഗിൾ ഓണർഷിപ്പ് 59,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഇയോണാണ്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 2,15,000 രൂപയാണ്. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കുകയാണെങ്കിൽ ചെറിയ ഡെന്റ്, സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് വാഹനം തരുന്നത്. ഈ വാഹനം നമ്മുടെ ന്യൂ സ്റ്റോക്ക് അറൈവലാണ്. അതുകൊണ്ട് നമ്മൾ വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈവൻ ഒരു ഇന്റീരിയർ വാഷ് പോലും നമ്മൾ ചെയ്യാത്തൊരു വണ്ടിയാണ്. ഒരു കസ്റ്റമറുടെ കയ്യിലുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ വാഹനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ പക്ഷേ ഈ വാഹനം തരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇന്റീരിയർ ക്ലീനിങ്, വാഷിംഗ്, പോളിഷ്, അതുപോലെ ഇങ്ങനത്തെ ചെറിയ അപകടങ്ങളുണ്ടല്ലോ, സ്ക്രാച്ച്, ഡെന്റ് കാര്യങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് തരിക. നിങ്ങൾക്ക് മാക്സിമം ലോണിൽ ഈ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 2,15,000 രൂപയാണ്. അപ്പോൾ മറ്റൊരു ഞാൻ കോംബോ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വാഹനം കൂടെ ഉണ്ട് ഈ ഓണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ലോ ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി കാർ തന്നെയാണിത്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയർ, എക്സ്റ്റീരിയറും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു ഇയോണ്, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു ഇയോൺ തന്നെയാണ്. സെയിം കളറാണ്, സിംഗിൾ ഓണർഷിപ്പ്, 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. വ്യത്യാസം എന്താ വെച്ചാൽ ഇത് മാഗ്ന പ്ലസ് ആണ്. റേറ്റ് നമ്മൾ 2,15 തന്നെയാണ് ചോദിക്കുന്നത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോംബോ വാഹനത്തിൽ പെട്ടൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്. നല്ലൊരു ഫാമിലി കാർസ് നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു കാർ സ്വന്തമാക്കാം. നിങ്ങൾ റെഡി ക്യാഷ് ആണെങ്കിലും ലോൺ ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. മാഗ്ന പ്ലസ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് അഡീഷണലി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയുള്ള, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാമിലി കാർ തന്നെയാണിത്. അപ്പോൾ നല്ലൊരു ഇയോൺ നോക്കുന്ന ആൾക്കാരുന്നുണ്ടെങ്കിൽ KL11 കോഴിക്കോട് രജിസ്ട്രേഷനും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു 1-2 വണ്ടിയും കൂടെ കഴിഞ്ഞിട്ട് കൺക്ലൂഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനൊരു ലോ ബഡ്ജറ്റ് വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുള്ളൂ. 2014 മോഡൽ 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. 2,10,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വണ്ടി വേറെ ഒന്നുമല്ല, നമ്മുടെ ഓൾട്ടോ K10 1000 GCയിൽ വരുന്ന ഓൾട്ടോ K10. ഒരു ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാൻസ് ഒന്നും മിസ് ചെയ്യേണ്ട. നല്ലൊരു ഓഫർ പ്രൈസിന് തന്നെ ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോ ബഡ്ജറ്റ് വാഹനത്തിന് വേണ്ട അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയും, വൃത്തിയും, മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ, എക്സ്റ്റീരിയറും അങ്ങനെ ഡ്രോബാക്സ് ആയിട്ട് പറയാൻ തക്ക കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കളർ ഫെയ്ഡ് ആയതൊക്കെ ഉണ്ട്. ഈ ബാക്ക് ഡിക്കി, റൂഫ് കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീറ്റാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ലോ ബഡ്ജറ്റ് വാഹനം, ചെറിയൊരു വണ്ടിയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ വാഹനമാണ് ഒരു MUV ടൈപ്പ് 2020 മോഡൽ ഈക്കോ ആണ്. 5 സീറ്റർ AC വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 34,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണിത്. മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന വില 4,55,000 രൂപയാണ്. മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളൊരു കച്ചവടക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടി യൂട്ടിലിറ്റി പർപ്പസ് ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും വണ്ടികളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മാരുതിയിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയുള്ള ഒരു വാഹനമാണ് 5 സീറ്റർ AC. പവർ ഷെയറിംഗ് വരുന്നില്ല എന്നുള്ളതാണ് ഡ്രോബാക്ക്. അത് കമ്പനിയെ കൊടുക്കുന്നില്ല. ഈക്കോ, ഒമിനി പോലുള്ള വണ്ടികളിൽ വരുന്നില്ല. പക്ഷേ 1.2 ലിറ്റേഴ്സിൽ വരുന്ന അത്യാവശ്യം നല്ല പവറുള്ള ലോഡ് കാര്യങ്ങളൊക്കെ, ലോഡ് കപ്പാസിറ്റി ഒക്കെ എടുക്കാൻ കഴിവുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വാഹനത്തിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. ഈക്കോ 5 സീറ്റർ AC ആണ്. അത്യാവശ്യം നല്ല സ്പേസസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിലും ഉള്ളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള, നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ്. ഈക്കോ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കാണിച്ച വണ്ടികൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് വണ്ടികളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളിത് മുന്നോട്ടുള്ള ഇത് നയിക്കുന്നത്. അപ്പോൾ കമൻസോ കാര്യങ്ങളോ എന്തുണ്ട് നിങ്ങൾക്ക് അത് ഇടാം. സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എല്ലാ കമൻസിനും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.